വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ടീച്ചർക്ക് ശബ്ദത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മഴയൊക്കെ കുറച്ച് കൊണ്ടു. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാം കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരു 3 മാർക്കെങ്കിലും ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അത്രയും പ്രധാനപ്പെട്ട ഇനി വരുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞു ഒരു 107ഓളം നമ്മുടെ വീഡിയോസ് നമ്മൾ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1 മാർക്ക് നിങ്ങൾക്ക് പോകരുതെന്ന് വിചാരിച്ച് ടീച്ചർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവസാന സമയമാണ്. അപ്പൊ ആ ക്ലാസ് മുഴുവൻ കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. തീർച്ചയായിട്ടും കാണുക കേട്ടോ. ആദ്യത്തെ ചോദ്യം എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2026 ആഗോള സമാധാന സൂചിക എന്താണ്? ആഗോള സമാധാന സൂചിക 2026 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്താന്നാ പറയണേ. ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 127ആണ്. അതിലപ്പോ ആദ്യത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഐസ്ലാൻഡ് ആണ്. അപ്പൊ ഐസ്ലാൻഡ് ആണ് ആദ്യത്തെ പൊസിഷനില്. ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 127. ഇനി അടുത്ത ചോദ്യം, സ്ത്രീകള് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, സ്ത്രീകളും ഉണ്ട് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. ഈ 2 വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റിന്റെ KSRTC ബസ്സുകൾ, അതെങ്ങനെയുള്ള ഓർഡിനറി ബസ്സുകളില് സൗജന്യ യാത്ര അനുവദിച്ചു അല്ലെ. അപ്പൊ ആ സൗജന്യ യാത്ര അനുവദിച്ച പദ്ധതിയുടെ പേര് എന്താണ്? പ്രിയദർശിനി പദ്ധതി. എന്താണ് ആ പദ്ധതിയുടെ പേര്? പ്രിയദർശിനി എന്നാണ്. ഇനി നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ധാരാളം വെല്ലുവിളികൾ നേരിടുന്നു. ആ വെല്ലുവിളികളൊക്കെ പരിഹരിക്കാൻ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഒരു ജനസമ്പർക്ക പരിപാടി തുടങ്ങി. ജനസമ്പർക്ക പരിപാടി. എന്താണ് ആ പരിപാടിയുടെ പേര്? കായകൽപ്പം. എന്താണ്? കായകൽപ്പം. ക്ലിയർ ആയോ? അടുത്തത്, 2026 G7 എവിടെയാണ്? ഫ്രാൻസ്. 2026 G7 ഉച്ചകോടി ഫ്രാൻസ്. ഇപ്പൊ 2027 G7 എവിടെയാ നടക്കാന്നും കൂടി പഠിക്കുക. 2027 USA. ക്ലിയർ ആയില്ലേ? ഇനി നമ്മളോട് ചോദിക്കുകയാണ്, 2025 ഏതൊക്കെ വർഷങ്ങളാണ്? അപ്പൊ നമ്മൾ പറയണം 2025 അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. 2025 അന്താരാഷ്ട്ര ഹിമാനി വർഷം. 2025 അന്താരാഷ്ട്ര സഹകരണ കോപ്പറേറ്റീവ് വർഷം. ഇനി അടുത്തത് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെയും വർഷം. ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ. 2025 അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം, അന്താരാഷ്ട്ര ഹിമാനി വർഷം, അന്താരാഷ്ട്ര സഹകരണത്തിനുള്ള വർഷം, അന്താരാഷ്ട്ര സമാധാനം, വിശ്വാസം എന്നിവയുടെ വർഷം. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി നമ്മൾ എന്താ പഠിക്കണ്ടേ? 2025 പഠിച്ചപ്പോ 2026 കൂടി ഒന്ന് നോക്കി നോക്കിയോ. 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. ക്ലിയർ ആയോ? അന്താരാഷ്ട്ര മേച്ചിൽപ്പുറങ്ങളുടെയും കന്നുകാലി വളർത്തലുകാരുടെയും, എന്താണ്? കന്നുകാലി വളർത്തലുകാരുടെയും വർഷം. ക്ലിയർ ആയോ? ഒരെണ്ണം കൂടി ഉണ്ട്, സുസ്ഥിര വികസനത്തിനു വേണ്ടിയുള്ള എന്താണ്?
സന്നദ്ധ പ്രവർത്തക വർഷം. സന്നദ്ധ പ്രവർത്തക വർഷം ഇത്രയൊക്കെ ഉണ്ട്. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം, മേച്ചിൽപ്പുറങ്ങളുടെയും കന്നുകാലി വളർത്തലുകാരുടെയും വർഷം, സുസ്ഥിര വികസനത്തിന് വേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ വർഷം. ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? അടുത്തത് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ടെലഗ്രാം. നമുക്ക് എല്ലാവർക്കും അറിയാം ടെലഗ്രാമിനെ കുറിച്ച്. ഈ ടെലഗ്രാമിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയത് ഏത് രാജ്യാണ്? അറിയാണ്ട് തന്നെ പറയാലോ നിങ്ങള്. കുറച്ച് ദിവസം നമ്മൾ ടെലഗ്രാമില് ഒരു കാര്യങ്ങൾ ഉണ്ടായില്ല അല്ലെ? ഏതായിരുന്നു? ഇന്ത്യ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് 2026 ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു. ആ ടാഗ് ലഭിച്ച വാദ്യ ഉപകരണത്തിന്റെ പേരാണ് സരിന്ദ. ഏതാണ്? സരിന്ദ. ഇത് എവിടത്തെ വാദ്യോപകരണമാണ്? ത്രിപുര. എവിടത്തെയ മക്കളെ? ത്രിപുര. ക്ലിയർ ആയില്ലേ? അടുത്തത് ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീം. ഇന്ത്യയിലെ സീനിയർ ക്രിക്കറ്റ് ടീം കേട്ടോ. സീനിയർ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയാണ്. അടുത്തത് കേരളത്തിലെ ലഹരി മാഫിയക്കെതിരെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനകീയ ക്യാമ്പയിനിന്റെ പേര് എന്താ അറിയോ? മയങ്ങില്ല കേരളം. എന്താണ്? മയങ്ങില്ല കേരളം എന്നതാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക അതിർത്തി ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക അതിർത്തി ഗ്രാമം ചുമൂർ. ഏതാണ്? ചുമൂർ എവിടെ അറിയോ? ലഡാക്കിലാണ് കേട്ടോ. ലഡാക്കിലാണ് എന്ത്? ചുമൂർ. എബോള വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളിലെ ആരോഗ്യ നിരീക്ഷണം ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ ആരംഭിച്ച പോർട്ടലിന്റെ പേര് എന്താ അറിയോ? എയർ സുവിധ. ക്ലിയർ ആയില്ലേ? അടുത്തത് കേരള ലഹരി മയക്കുമരുന്ന് മാഫിയെ. കേരളത്തിലെ ലഹരി അതുപോലെ തന്നെ ഒക്കെ ഒന്ന് തന്നെയാ അല്ലെ? മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെ. ലഹരിയാണല്ലോ. ആ മാഫിയെ മയക്കുമരുന്ന് മാഫിയയെ അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പ്രത്യേക പരിശോധന ഓപ്പറേഷൻ തണ്ടർ. ഏതാണ്? ഓപ്പറേഷൻ തണ്ടർ. ഇനി അടുത്തത് ഒരു പുസ്തകമാണ് ദി സെക്കൻഡ് ഓർബിറ്റ് എന്നതൊരു ബുക്കാണ്. ആ ബുക്ക് ആരുടെയാണ്? ശുഭാംശു ശുക്ല. ഇനി അടുത്തത് വെനസ്വേലയില് എന്തുണ്ടായി? അടുത്തിടെ ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പം ഉണ്ടായപ്പോ അടിയന്തര സഹായം എത്തിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്നാണ്. ഓപ്പറേഷൻ അമിസ്റ്റാഡ് വെനസ്വേലയിലെ കേട്ടോ. ഇനി കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ചീഫ് സെക്രട്ടറി? ബിശ്വനാഥ് സിൻഹ എന്നാണ്. അടുത്ത ചോദ്യം 2026 മെക്കാല അതുപോലെ തന്നെ ഹിഗോസ് എന്നീ ചുഴലിക്കാറ്റുകൾ നാശം വിതച്ചത് എവിടെയാണ്? എവിടെയാ മക്കളെ? ജപ്പാനിലാണ് കേട്ടോ. എവിടെയാ നാശം വിതച്ച? ജപ്പാൻ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ
റെയിൽവേ, റെയിൽവേ. കമാനപാലം ഏത് നദിക്കു കുറുകയാണ്? ചിനാബ് നദിക്കു കുറുകയാണ്. കിട്ടിയില്ലേ? അടുത്തത് ഈ അടുത്ത് ചോദിച്ച ചോദ്യാണ് സല്ലാപം. അതുപോലെ തന്നെ മന്ദഹാസം. മന്ദഹാസം എപ്പോഴും ചോദിക്കും. എന്നീ പദ്ധതികൾ ഏത് വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്? ആർക്ക് വേണ്ടിയിട്ടാ? വയോജനങ്ങൾ. അടുത്ത നോക്ക. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിച്ചത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ക്ലിയർ ആയ? അപ്പൊ നമ്മൾ ഇന്ന് 20 ചോദ്യം പഠിച്ചു. 20നേക്കാൾ കൂടുതലുണ്ട്. അപ്പൊ വർഷങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയായാലും മിനിമം 20 ചോദ്യങ്ങളും പഠിച്ചു. ഉറപ്പായിട്ടും ഇത് നല്ല ഭംഗിയിൽ പഠിച്ചു വെച്ചോളോ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു 3 ചോദ്യം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഈ ക്ലാസ്സിൽ നിന്ന് നമുക്കൊരു 3 ചോദ്യങ്ങളും പ്രതീക്ഷിക്കാട്ടോ. അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നന്നായി പഠിക്കുക നിങ്ങൾ. ടീച്ചർക്ക് ഇനി അത് മാത്രമേ പറയാനുള്ളൂ. ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഭംഗിയായിട്ട് പഠിക്കുക. അവസാന നിമിഷങ്ങളിൽ ടെൻഷൻ അടിച്ചാൽ നമ്മൾ പഠിച്ചതൊക്കെ വെറുതെയാവും. വരുന്നിടത്ത് വെച്ച് കാണാം. ഇതൊന്നും മാത്രമൊന്നുമല്ല ജീവിതം. ഇത് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഒന്നും നമുക്ക് സംഭവിക്കാനൊന്നും പോണില്ല. കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്, ഒട്ടും മോശമുള്ള കാര്യമല്ല. അത്രയും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. കഴിഞ്ഞിട്ട് നമ്മൾ പരിശ്രമിച്ചില്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ.